എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഡിക്യുവും സൗബിൻ സാഹിറും ഒന്നിക്കുന്ന ചിത്രത്തിന് വേണ്ടി. ഡിക്യുവും സൗബിനും ഒന്നിച്ച പറവ എന്ന സിനിമ ഇപ്പോഴും ആരാധകർ മറന്നിട്ടില്ല. അത്രയും ഓളമായിരുന്നു ഇമ്രാൻ എന്ന ഡിക്യു കഥാപാത്രം സൃഷ്ടിച്ചിരുന്നത്. ഇതിനു മുമ്പും ശേഷവും ഇരുവരും ചേർന്ന് ഓതിര ഘടകം എന്ന ചിത്രം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കാര്യമായ അപ്ഡേഷനൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതീക്ഷകൾ വീണ്ടും ജീവൻ നൽകി സൗബിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടുകയാണ്. ഒരു റേസിംഗ് ബൈക്കിന്റെ മുകളിൽ ഡിക്യുവിന്റെയും സമീർ താഹിറിന്റെയും പേരെഴുതിയ ചിത്രമാണ് സൗബിൻ സ്റ്റാറ്റസായി പങ്കുവച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു വിഷയത്തിൽ ബീച്ച് റോഡ്, ന്യൂ ഇയർ, ക്രിസ്മസ് ഒക്കെ വരുന്ന വിഷ്വൽ വലിപ്പം കാണിക്കുന്ന ഒരു ചിത്രമായിരിക്കും ആലോചനയിൽ ഉണ്ടെന്ന് മുമ്പൊരു അഭിമുഖത്തിൽ സൗബിൻ പറഞ്ഞിരുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസിന് പിന്നാലെ ആ ഒരു അഭിമുഖ ഭാഗവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. പറവയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഉടൻ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. മലയാളത്തിൽ 2 സിനിമകൾ ഉടൻ ചെയ്യുമെന്ന് അടുത്തിടെ ലക്കി ഭാസ്കറിന്റെ സിനിമയുടെ കൊച്ചിയിലെ പ്രീ റിലീസ് ഇവന്റിൽ കുഞ്ഞിക്ക പറഞ്ഞിരുന്നു. മറ്റൊരു ചിത്രം ആർഡിഎക്സിന്റെ സംവിധായകനായ നഹാസ് ഹിദയാത്ത് ചിത്രമാണ്. അപ്പോൾ ഈ വരുന്ന ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് റിലീസായിട്ട് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന 3D ചിത്രം റിലീസിന് ഒരുങ്ങുകയാണല്ലോ. 3D, IMAX, 4DX അങ്ങനെ നിരവധി ഫോർമാറ്റുകൾ ദൃശ്യത്തിനെത്തുന്ന ഈ ഒരു വൻപൻ ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ എത്ര മണിക്ക് ആരംഭിക്കുമെന്ന അപ്ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കുന്നത് പുലർച്ചെ ആയിരിക്കില്ല. പകരം ഡിസംബർ 25-ാം തീയതി രാവിലെ 9:30 കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുക. 2Dയിൽ ചിത്രത്തിന്റെ പ്രദർശനം ഉണ്ടാകില്ലെന്ന് ഇതിനോടകം തന്നെ ഒഫീഷ്യലായി പുറത്തു വന്നു കഴിഞ്ഞു. അനീഫ് അദാനിയുടെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹൈപ്പിലെത്തുന്ന മാർക്കോ എന്ന സിനിമ ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി ക്രിസ്മസ് റിലീസിന് ഒരുങ്ങുകയാണല്ലോ. ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇന്നലെ വന്ന ഒഫീഷ്യൽ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോയിൽ ചിത്രം കാണാൻ കാത്തിരിക്കുന്നവരുടെ ഇൻട്രസ്റ്റ് 100K കഴിഞ്ഞിരുന്നു. മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തിയ ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാനു വേണ്ടി. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നപ്പോൾ ചിത്രത്തിന്റെ ടീസർ പുറത്തു വരാൻ പോവുകയാണ്. ഈ വരുന്ന ജാനുവരി 1-ാം തീയതിയാണ് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന എമ്പുരാന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു വരാൻ പോകുന്നത്. 33 വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും രജനികാന്തും കേന്ദ്ര കഥാപാത്രമായി എത്തിയ തമിഴിലെ എക്കാലത്തെയും മികച്ച ക്ലാസ് ചിത്രമായ ദളപതി 4K റീമാസ്റ്റർ പതിപ്പ് വിജയകരമായിട്ട് തിയേറ്ററുകളിൽ ഇന്ന് 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 3 ദിവസങ്ങൾ കൊണ്ട് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിന്റെ വിറ്റുപോയത് 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. 3 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 1.5 കോടിക്ക് മുകളിലും ചിത്രം കളക്ട് ചെയ്തു കഴിഞ്ഞു. ചിത്രത്തിന്റെ 4-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഗംഭീര ബുക്കിംഗ് ആണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് ഇന്നും മികച്ചൊരു ബുക്കിംഗ് സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് തന്നെ മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരുന്ന അപ്ഡേറ്റ് ഏതായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.